ഹലോ എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് തന്നെ ഹാപ്പി നവരാത്രി, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ 5ാം ദിവസത്തെ നവരാത്രിയുടെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ ഈ 7 ദിവസത്തെ ഒരു സീരീസാണ് വിചാരിച്ചത്, 1 വീക്കിലെ സീരീസാണ് വിചാരിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്നുകൊണ്ട് നമുക്ക് നിർത്തണം. അതല്ല, നവരാത്രി ഫുള്ള് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളത് ഞാൻ ഇതുവരെ തീരുമാനമായിട്ടില്ല കേട്ടോ. എന്നിരുന്നാലും നമ്മുടെ രാവിലത്തെ നവരാത്രി ഷോർട്സും ഉണ്ടാവും, അതേപോലെ നമ്മുടെ ലഞ്ചും അത് എല്ലാ ദിവസവും ഉള്ളതല്ലേ, അപ്പോൾ അതും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ഗ്രീൻ കളർ ആണ് കളർ കോഡ് വരുന്നത്. അതേപോലെ സ്കന്ദമാതയാണ് ഇന്നത്തെ ദേവി. അപ്പം നമ്മൾ കഥകളൊക്കെ നമ്മുടെ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. പതിവ് പോലെ ശമ്പൂട്ടൻ എണീറ്റ് കുളിച്ച് ഫ്രഷായി, ഞാനും കുളിച്ച് ഫ്രഷായി, നമ്മൾ വിളക്കെല്ലാം കൊളുത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഭയങ്കര മഴയാണ് ഇവിടെ, തീരെ വെട്ടവും വെളിച്ചവും ഇല്ല, ചൂടും ഇല്ല, ഭയങ്കര തണുപ്പും ഒക്കെയാണ്. ഞാൻ പൊതുവേ വിളക്ക് വെക്കാൻ നേരം മറ്റ് ലൈറ്റുകളൊന്നും ഇടില്ല, കാരണം ആ ഒരു വിളക്കിൻ്റെ പ്രകാശം കാണുന്നതല്ലേ സന്തോഷം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പക്ഷേ അതാണ് നമ്മുടെ കണ്ണിന് ഒരു പോസിറ്റീവ് കിട്ടുന്നതെന്നുള്ള തോട്ടിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ നമ്മുടെ 2 ദിവസമായിട്ടുള്ള വീഡിയോയിൽ നമുക്കൊരു കമൻറ്റ് വന്നു, വീഡിയോയിൽ തീരെ വെളിച്ചമില്ല എന്ന്. സത്യം തന്നെയാണ്. ഒന്നാമത് ഇവിടെ നമുക്ക് റിംഗ് ലൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല. രണ്ടാമത് ഇവിടെ പൊതുവേ വെളിച്ചമില്ല, കാരണം മൊത്തം ഇരുട്ട് മൂടി കിടക്കുന്ന അന്തരീക്ഷമാണ്. ഇന്നലെ വൈകിട്ടൊക്കെ ഞാൻ പുറത്തിറങ്ങി കാണിച്ചു തന്നില്ലേ. അപ്പോൾ പതിവ് പോലെ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ശമ്പൂട്ടൻ സ്കൂളിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ഞാൻ വീഡിയോ കൂടുതൽ അങ്ങനെ എടുത്തില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും അങ്ങനെയൊന്നും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇന്ന് പൂരിയും കറിയായിരുന്നു കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് കൊണ്ടുവിട്ടിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ദേഹം മൊത്തം നനഞ്ഞ് കുളിർത്ത് അങ്ങനെയാണ് വരിക. പിന്നെ നമുക്ക് വേറൊരു നിവൃത്തിയില്ല. ഇന്ന് നമ്മുടെ ഒരു ഫ്രണ്ട്, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നില്ലേ, ഇന്ന് നമ്മുടെ ഒരു ഫ്രണ്ട് ലീവ് കഴിഞ്ഞ് വരികയാണ് കുഞ്ഞാവേനെയും കൊണ്ട്. കുഞ്ഞാവയ്ക്ക് 5 മാസം പ്രായമായി, 6 മാസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കണം. അപ്പം രാജസ്ഥാനിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നല്ല ബട്ടറൊക്കെ ഇട്ടിട്ടുള്ള ഒരു നമ്മുടെ ഭണ്ഡാര സ്റ്റൈൽ, അതായത് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് പഠിച്ചതാണ്. ഇപ്പോൾ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ സമൂഹ സദ്യക്കൊക്കെ കൊടുക്കുന്ന പോലെ, നോർത്ത് ഇന്ത്യയിൽ എന്തായാലും സദ്യയല്ലല്ലോ, അതേപോലെ പൂരി സബ്ജിയൊക്കെ കൊടുക്കുമ്പോൾ ആ ഒരു രീതിക്കുള്ള ഒരു പൊട്ടറ്റോ ആലൂൻ്റെ കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ നല്ല ഇഞ്ചിയും ഏലക്കയും ഒക്കെ ഇട്ടിട്ടുള്ളൊരു ചായ, അതൊന്ന് കടുപ്പം ഇറങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ അവരുടെ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് ഞാൻ കണ്ടു, കാരണം നമുക്ക് ഇവിടുന്ന് എയർപോർട്ടിലേക്കാണല്ലോ നമ്മുടെ വ്യൂ ആദ്യം പോവുക. അപ്പോൾ എയർപോർട്ടിൽ പറഞ്ഞ സമയത്തിന് ഫ്ലൈറ്റ് ഇറങ്ങാതായപ്പോൾ ഞാനൊന്ന് ടെൻഷൻ അടിച്ചു. മാത്രമല്ല ഇവിടെ മഴ ആയതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പാടാണ്. ചിലപ്പോൾ വന്ന ഫ്ലൈറ്റൊക്കെ ഇറങ്ങാതെ തന്നെ തിരിച്ചു പോകാറുണ്ട്, ഇങ്ങോട്ടേക്ക് വരുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് 8 മണി എന്ന് പറഞ്ഞെങ്കിൽ ഒരു 8:30 ആയപ്പോഴത്തേനും ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെയും 10 മിനിറ്റിനുള്ളിൽ അവർ വരും, വന്നിട്ട് പൂരി ചൂടാമെന്ന് കരുതി അങ്ങനെ കാത്തു നിന്ന് കുഞ്ഞാവനെയൊക്കെ കണ്ടതിന് ശേഷം ഞാനാണെങ്കിൽ പൂരി ചുട്ടു. വേഗം ചൂടോടെ അവർക്കങ്ങ് കൊടുക്കാം, കാരണം ആളിവിടുന്ന് ഏകദേശം പോയിട്ട് 7-8-9 മാസത്തിനടുത്തായി. ഭയ്യ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം വീടൊക്കെ എന്തായാലും നാശമായി കിടക്കുമായിരിക്കും, കാരണം ഭയ്യ അവരെ കൂട്ടാൻ വേണ്ടി പോയിട്ട് തന്നെ 1 മാസമായി. അപ്പോൾ ഈ മഴക്കാലത്ത് വീട് ഡെയിലി തൂത്തിട്ട് തന്നെ നമ്മുടെ വീട് ഇങ്ങനെയാണ്. അപ്പം അടച്ചിട്ടിരിക്കുന്ന വീടിൻ്റെ അവസ്ഥ പറയണ്ടല്ലോ. അപ്പോൾ അവൾക്ക് എന്തായാലും നല്ല പണി കാണും, കുഞ്ഞിനെ കൊണ്ട് വന്ന പാടെ ക്ലീനിങ് ഒക്കെ. അപ്പം ഞാൻ കുറച്ചധികം പൂരി ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് വേണമെങ്കിൽ അവർക്ക് കഴിക്കാം, എന്തായാലും ചൂടോടെ കുറച്ച് കഴിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ഫ്രഷായിട്ട് അപ്പം തന്നെ ചുട്ടിട്ട് അപ്പം തന്നെ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ലഞ്ചും ഡിന്നറും ഒക്കെ എന്ത് വേണമെങ്കിലും കൊടുക്കാമല്ലോ. അവർക്ക് പിന്നെ ചപ്പാത്തി തന്നെ മതി. കറി ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ബോറടിച്ചപ്പോൾ ശമ്പൂട്ടൻ്റെ ഒരു പെയിൻറ്റിങ് ബുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഈ ഒരു കളറ് അടിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇതിൻ്റെ കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ അവിടുന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. കാരണം രാവിലെ അവൻ അത് ബെഡിൽ തന്നെ ഇട്ടിട്ടാണ് പോയത്, എനിക്ക് എടുത്തു വെച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്ന് അതങ്ങ് ചെയ്തു. അവർക്ക് ഫുഡൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ കേട്ടോ. എല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് സമയമെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ശമ്പൂട്ടനെ കൂട്ടാൻ പോകേണ്ട സമയമായി. പെരും മഴയാണ്, എത്ര നേരം കാത്തു നിൽക്കണം എന്നറിയോ. ചില സമയം കറക്റ്റ് സമയത്തിന് വണ്ടി വരും, ചില സമയം 5 മിനിറ്റ് നേരത്തെ വരും. പക്ഷേ വണ്ടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും, ആ ഒരു സമയത്ത് ഇറങ്ങിയാൽ മതി കേട്ടോ. പക്ഷേ ഇന്ന് മഴയാണ്. സ്കൂളിൽ റെയിൻകോട്ടോ അല്ലെങ്കിൽ കുടയോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല, കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറ്റി വിടുന്നു, അവരെ സ്കൂളിനകത്താണ് ഇറക്കുക. അപ്പം മഴ നനയേണ്ട ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ കുടയും റെയിൻകോട്ടും ഒന്നും വേണ്ട. പിന്നെ ഈ റെയിൻകോട്ടൊക്കെ കൊണ്ടുപോയാൽ ഒരാളെ കൊണ്ടുപോയാൽ എല്ലാ കുട്ടികളും കൊണ്ടുവന്നിട്ടത് ബസ്സൊക്കെ അങ്ങനെ ആവില്ലേ, ബസ്സിലൊക്കെ വെച്ച് മറക്കുന്നു. അതൊക്കെ പിന്നെ ടീച്ചേഴ്സ് ടേക്ക് കെയർ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അപ്പം മഴയൊന്ന് തോരും, പിന്നെയും മഴ വരും, പിന്നെയും മഴ തോരും. അങ്ങനെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ നിൽക്കുന്നത്. എന്തായാലും ചെറുങ്ങനെ ഒന്ന് മഴ തോർന്നു. അപ്പോഴത്തേക്ക് ആ ഒരു തോർന്നു നിൽക്കുന്ന സമയത്ത് അവർ ബസ്സിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ കുറച്ചൊരു സമാധാനമുണ്ട്. അതല്ലെങ്കിൽ ഈ പെരും മഴയത്താണെങ്കിൽ എന്തായാലും കുട്ടികൾ നനയും. അപ്പം ഈ മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഇവിടെ നിറച്ച് തേരട്ടയും
അതേപോലെ നമ്മുടെ ഒച്ചൊക്കെ ഉണ്ടാവലുണ്ട് ഭയങ്കരമായിട്ട്, ആഫ്രിക്കൻ ഒച്ച പോലത്തെ ഒച്ചൊക്കെ. പിന്നെയും മഴ അങ്ങ് കൂടി. അവിടെ ഞാൻ കൂട്ടാൻ നിൽക്കുന്ന ഒരു 10 മിനിറ്റിൽ തന്നെ ഒരു 2 വട്ടം മഴ, പെരും മഴയായിട്ട് പിന്നെ ഒന്ന് കുറഞ്ഞ് വന്നിട്ട് പിന്നെയും കൂടി വരുന്നുണ്ടായിരുന്നു. എന്തായാലും അവൻ എത്തുന്നതിന് മുമ്പ് തന്നെ ബസ് സ്റ്റോപ്പിൽ എത്തണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വിചാരം. 5 മിനിറ്റേ ഉള്ളൂ നടക്കാനായിട്ട്. പക്ഷേ മഴ അങ്ങ് കൂടി വന്നപ്പോൾ പിന്നെ അവിടെ നിൽക്കാൻ പറ്റാണ്ടായി. ഇവിടുത്തെ മഴേനേക്കാ പ്രശ്നം ഇവിടുത്തെ കാറ്റാണ്. നമ്മളെ എടുത്തിട്ട് പറക്കുന്ന പോലത്തെ കാറ്റാണ്. നമ്മളിവിടെ ശംഭുവിന് LKG അഡ്മിഷൻ എടുക്കുന്ന ഇവിടെ നിന്നാണേ. അപ്പോൾ LKG UKG 1ാം ക്ലാസ് അത്രയും പ്രായമായിട്ട് നമ്മൾ ആൻഡമാനിൽ തന്നെയാണ്. അപ്പോൾ LKG ശംഭു ചുമ്മാ ഡോറ് തുറന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടുത്തെ കാറ്റ് കാരണം അവൻ ഓടിപ്പോയി വീഴുമായിരുന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞ് മഴയൊന്ന് തോന്നുന്ന സമയത്താണ് മക്കൾ വന്നത്. അപ്പോൾ ഒരു സന്തോഷം. ഇനി എന്താണ് സന്തോഷം എന്നറിയോ? ഇനിയിപ്പം 9 ദിവസത്തേക്ക് സ്കൂളിൽ പോകണ്ട, നവരാത്രിയുടെ അവധിയാണ്. നവരാത്രി വ്രതമൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഇവർക്ക് ലീവ് കൊടുക്കുന്നത് 27-ാം തീയതി തൊട്ട്, അതായത് ഇന്നേ ദിവസം മുതൽ ഒക്ടോബർ 6 വരെയുള്ള ദിവസങ്ങളിലാണ് കേട്ടോ. ഒക്ടോബർ 6-ന് നമുക്കിനി അടുത്ത റീജോയിൻ ചെയ്യണം ക്ലാസ്സിലേക്ക്. അപ്പോൾ ആ 9 ദിവസം നാട്ടിലൊക്കെ ഓണത്തിന് 10 ദിവസം അവധി കിട്ടൂലേ നമുക്ക് എക്സാം കഴിഞ്ഞിട്ട്, അതുപോലെ ഇവർക്ക് ഈ സമയത്ത്. എന്നാലും എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സാരും കാണാതെ പോലെ ഇത്രയും പെരുമഴ നടക്കുമ്പോഴും അവൻ എല്ലാ പുല്ലുകൾക്കും ചെടികൾക്കും വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് സാധാരണ സ്കൂളിൽ പോയിട്ട് വന്നാൽ വേഗം ബാത്റൂമിൽ പോയിട്ട് ഇതൊക്കെ ഊരിയിടുന്നതാണ്. യൂണിഫോം ഊരിയിട്ട് സോക്സ് ഊരിയിട്ട് പറയാതെ തന്നെ എല്ലാം ചെയ്യുന്നതാണ്. പക്ഷേ ഇന്നേക്ക് നോക്കൂ, ഇന്ന് വന്നിട്ട് ഡ്രസ്സ് ഊരൊന്നുമില്ല, ഒന്നുമില്ല, കളിയോട് കളിയാണ്. അപ്പോഴേക്കും ഞാൻ ഏതായാലും ലഞ്ച് എടുത്ത് വെച്ചു. ലഞ്ചിന് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് തൈര് സാദമാണ് കേട്ടോ. കേർഡ് റൈസ്. തൈര് സാദം എന്ന് പറഞ്ഞാൽ ശംഭു കഴിക്കില്ല, പക്ഷേ കേർഡ് റൈസ് എന്ന് പറഞ്ഞാൽ കഴിക്കും. പക്ഷേ രണ്ടും ഒന്ന് തന്നെയാണ്. അതേപോലെ അനാർ ഇട്ട് കഴിഞ്ഞാലും ആൾ കഴിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഫ്രൂട്ട്സും ഇട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ നല്ല പൊട്ടറ്റോ ഫ്രൈ ആയിരുന്നു. മെഴുക്കുവരട്ടി അല്ല കേട്ടോ, അതിനേക്കാൾ ഇച്ചിരി കൂടി ഒരു മുരിഞ്ഞിരിക്കുന്ന വെർഷനാണ്. പിന്നെ അച്ചാറിൻ്റെ കൂടെ എനിക്ക് മാങ്ങാച്ചാർ വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ മാങ്ങയില്ല, നാരങ്ങയാണുള്ളത്. അപ്പോൾ ഏതായാലും നാരങ്ങ അച്ചാറും പിന്നെ പപ്പടവും എല്ലാം കൂടെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ലഞ്ച് അങ്ങ് കഴിച്ചു. കഴിച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട്സ് വരും എന്ന് പറഞ്ഞില്ലേ, അവൾ കുഞ്ഞിനെയും കൊണ്ട് വന്ന് കുറേ നേരം, ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഇവിടെ ഇരുന്നു. കുഞ്ഞ് ആദ്യമായിട്ട് വരുന്നതല്ല, ഇനി പരിചയപ്പെടണമല്ലോ, ഈ വീട്ടിൽ ഇനിയും വളരാൻ പോകുന്ന കുഞ്ഞാണല്ലോ. അപ്പം ജസ്റ്റ് അടുത്ത ഡോറ് തന്നെയാണ്. അപ്പം ആൾ കുഞ്ഞിനെയും കൊണ്ട് വന്ന് പരിചയപ്പെടുത്തി, കുറച്ച് സ്വീറ്റ്സൊക്കെ കൊണ്ട് തന്നു. അവർ കൊണ്ട് തന്ന സാധനമാണിത്. കാണുമ്പോൾ നമ്മുടെ വെള്ളരിക്കയുടെ കുഞ്ഞുമക്കളാണെന്ന് തോന്നും, അങ്ങനെ വിചാരിച്ചു ഞാനൊന്നും, പക്ഷേ എടുത്തിട്ടൊന്നുമില്ല. ഇപ്പം ഇന്നിനി നമുക്ക് കറി വെക്കേണ്ട ആവശ്യമില്ലല്ലോ, നാളെ കറി വെക്കാമെന്ന് വിചാരിച്ചു. ഓരോന്നെടുക്കുമ്പോൾ എനിക്ക് മനസ്സിൽ ഓരോന്ന് തോന്നുന്നത്. ചിലതെടുക്കുമ്പോൾ തണ്ണിമത്തൻ്റെ കുഞ്ഞിനെ പോലെ തോന്നുന്നു, വെള്ളരിക്കയുടെ കുഞ്ഞിനെ പോലെ തോന്നുന്നു, മെസ്ക്മലൻ്റെ കുഞ്ഞിനെ പോലെ തോന്നുന്നു. അപ്പം എന്തായാലും ശരി, അവർ പറയുന്നു ഇത് അവർ പച്ചയ്ക്ക് കഴിക്കുന്നതാണ്, ജസ്റ്റ് വാഷ് ചെയ്തിട്ടങ്ങ് കടിച്ച് കഴിച്ചാൽ മതി, നല്ല ടേസ്റ്റാണ് ദീദി, കുറച്ച് പുളിപ്പൊക്കെ ഉണ്ട്, നമ്മൾ പച്ചമാങ്ങ കഴിക്കുന്ന പോലെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്കിതിനെ കണ്ടിട്ട് എവിടെയോ ഒരു സാദൃശ്യം, എന്തോ ഒരു സാമ്യം തോന്നുന്നുണ്ട്. പക്ഷേ ആൻഡമാനിൽ എന്തായാലും നമ്മുടെ കണിവെള്ളരി കിട്ടില്ല കേട്ടോ. ഇതായിരിക്കുന്നു ഒരു തണ്ണിമത്തൻ്റെ കുഞ്ഞ്. അപ്പോൾ നമുക്കിവിടെ കണിവെള്ളരി കിട്ടില്ല. അതാ ഇങ്ങനെ വിഷുവിനൊക്കെ കണി വെക്കാൻ പാകത്തിന് നാട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ വരുന്നവരുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്ത് പിടിപ്പിക്കലാണ് പതിവ്. അപ്പോൾ ശരി, അങ്ങനെ വൈകുന്നേരമായപ്പോഴത്തേക്ക് ഇന്ന് തൊട്ട് ശംഭൂട്ടൻ അങ്ങ് ടേക്ക് കെയർ ചെയ്യുവാണ് നമ്മുടെ വിളക്ക് കത്തിക്കുന്ന പരിപാടി കേട്ടോ. കാരണം അല്ലെങ്കിൽ അവൻ്റെ റുട്ടീന് തെറ്റും, പിന്നെ രാവിലെ എണീക്കാൻ മടിയാവും, അങ്ങനെയൊക്കെയല്ലേ. ഇപ്പം നല്ലൊരു റുട്ടീനിൽ പോയിരിക്കുന്നതുകൊണ്ട് ഞാനും കുറച്ചങ്ങ് പ്രോത്സാഹിപ്പിച്ച് വിടും, മോനെ വിളക്ക് കത്തിക്കാൻ സമയമായി എണീക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ലെങ്കിൽ ഫുൾ ടൈം TV, കളി, പടം വര അങ്ങനെ മാത്രമായിരിക്കും. ആ ഒരു റുട്ടീൻ അങ്ങ് പോയി കിട്ടില്ല. അതെല്ലാം വേണ്ടാന്നല്ല, ഞാൻ ഒന്നിനും റെസ്ട്രിക്റ്റ് ചെയ്യില്ല. പക്ഷേ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുക, വൈകുന്നേരം സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെ എപ്പോഴും നടക്കുമെന്നൊന്നും എനിക്കറിയില്ല, എപ്പോഴും നടക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. അവൻ വളരും തോറും അവന് ഇഷ്ടപ്പെട്ട റുട്ടീനിലേക്ക് അവൻ മാറിക്കോട്ടെ. പക്ഷേ ഇപ്പോൾ ഇവിടെ വേറെ പണിയൊന്നും അവനില്ല, എനിക്കും ഇല്ല. അപ്പം ഞാൻ ജീവിച്ചു വന്ന സാഹചര്യം ഇങ്ങനെയാണ്. 2 വീട്ടിലും, എൻ്റെ പ്രജിയുടെ വീട്ടിലും എൻ്റെ വീട്ടിലും സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. എൻ്റെ വീട്ടിലാണെങ്കിൽ നാമം ജപിക്കും, പ്രജിയുടെ വീട്ടിലാണെങ്കിൽ നമ്മൾ പാട്ട് വെച്ച് കേൾക്കും, അങ്ങനെയാണ്. അപ്പം അതൊരു ചെറിയൊരു അവനൊരു ടച്ച് ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇന്ന് നമ്മൾ ഡിന്നറിന് ഗോതമ്പ് ദോശയാണ്. എനിക്കറിയില്ല ശംഭൂട്ടൻ എന്താണ് ഈ ഗോതമ്പ് ദോശയോട് ഇത്ര അഡിക്ഷൻ എന്ന്. ഓരോ കുട്ടികൾക്ക് കുറേ ഫാൻസി ഫുഡിനോട് ഭയങ്കര അഡിക്ഷൻ ഇല്ലേ, അതൊക്കെ ശംഭൂട്ടനുണ്ട്. പിസ്സയും ബർഗറും എല്ലാം ഇഷ്ടമാണ്, ഷവർമയും ഐസ്ക്രീമും ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ അവന് വീട്ടിലുണ്ടാക്കി എന്ത് ഫുഡ് വേണമെന്ന് ചോദിച്ചാൽ ആദ്യം പ്രിഫർ ചെയ്യുന്നത് ഗോതമ്പ് ദോശയും മുളക് ചമ്മന്തിയാണ് കേട്ടോ. പക്ഷേ ഞാൻ മുളക് ചമ്മന്തി ഇന്ന് ഉണ്ടാക്കുന്നില്ല, കാരണം നമ്മളിന്ന് ആലു കറി ഉണ്ടാക്കേണ്ടത് ഇത്രയും കൂടെ ബാക്കിയുണ്ട്. കാരണം മറ്റവർക്ക് ഉച്ചയ്ക്കും കൊടുത്തായിരുന്നു കേട്ടോ, അവർക്ക് ഉച്ചയ്ക്കും കൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി, കറി അത് മതി ദീദി നന്നായിരുന്നു എന്ന് പറഞ്ഞു.
അപ്പം ഞാൻ മല്ലിയിലയ്ക്ക് വേണ്ടി ഒരു ഓട്ടം ഉണ്ട്, കാരണം മല്ലിയിലയാണ് ആ കറിയുടെ ഒരു ടേസ്റ്റ്. അപ്പോൾ എന്തായാലും മട്ടറൊക്കെ ഇട്ടിട്ടുള്ള ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ്. അപ്പോൾ അത് കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട്. ഇത് എടുത്ത് വെച്ച് നമുക്കിനി നാളെ കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതെല്ലാം കൂട്ടി അങ്ങ് കഴിച്ച് നമ്മുടെ ഇന്നത്തെ ദിവസം എൻഡ് ചെയ്തു. നമ്മുടെ ഇങ്ങനത്തെ കുഞ്ഞു വ്ലോഗ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇവിടെ വരെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണമല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബാക്കി വീഡിയോയും കൂടെ പോയി കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ പെരും മഴ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കാര്യമില്ല, എന്തായാലും നോക്കാം എത്ര ദിവസം പോകുന്നു. 8-ാം തീയതി വരെ എന്നാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. നോക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു നാളത്തെ വീഡിയോ ആയിട്ട് നാളെ വരണോ വേണ്ടയോ ആലോചിക്കാം. എന്തായാലും പിന്നെ കാണാം കേട്ടോ. ഹാപ്പി നവരാത്രി.